ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ടൈപ്പ് ഒരു ക്രാഫ്റ്റ് വർക്ക് രണ്ട് ടൈപ്പായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതൊരു വാൾ ഷെൽഫാണ്, രണ്ട് ടൈപ്പിലുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോപ്സിക്കിളും അതുപോലെ വുഡൻ സ്റ്റിക്കുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഞാനിപ്പോൾ വുഡൻ സ്റ്റിക്കിൻ്റെ ഒരു കൂർത്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതാ അതുപോലെ ഒരു ബേസ് 3 പീസ് വുഡൻ സ്റ്റിക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വുഡൻ സ്റ്റിക്ക് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുപോലുള്ള സ്റ്റിക്ക് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതായത് നമ്മൾ ഈ പിന്നെ BBQ ഒക്കെ ചെയ്യുന്ന സെക്ഷൻ ഉണ്ടാവില്ലേ, ആ ഒരു സെക്ഷനിൽ നിന്നാണ് ഇതുപോലുള്ള സ്റ്റിക്സ് നമുക്ക് കിട്ടുക കേട്ടോ. അതല്ല ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇതാ നമ്മൾ ഇതുപോലൊരു ബോർഡ് ഒരു ബേസായിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡ് ഭാഗം ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ കട്ടറിന് പകരം ഹെക്സോ ബ്ലേഡ് യൂസ് ചെയ്തിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനിതാ ഇതുപോലെ തന്നെ സെയിം ഒരു ചെറിയൊരു ഇതുപോലൊരു ബേസ് ഒരു ഷെൽഫ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയും കൂടെ ഞാൻ ചെറിയൊരു സൈസിലും ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷെൽഫിന് വേണ്ട ഒരു ബേസ് സെക്ഷനൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട്. ഇനി ഞാനിതാ കുറച്ച് പോപ്സിക്കിൾ എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ലെവൽ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇത് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ഇതാ ഒരു പോപ്സിക്കിളിൻ്റെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ബേസിൽ ഈ ഒരു പോപ്സിക്കിൾ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് അതിന് കറക്റ്റാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു പിന്നെ ആംഗിൾ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഹെക്സഗണ് നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതുപോലെ ഒന്നും കൂടെ സെയിം 2 പീസ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ആ ഒരു ഹെക്സഗൺസ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പം അത് നമുക്ക് ഈ സെയിം ആംഗിൾ വെച്ചിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെറിയ ഇതിട്ടാൽ ഒരു 4 പീസാണ് നമ്മളിതും ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഈ ഒരു ബേസിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ആദ്യം ഞാൻ ഇതുപോലെ 3 എണ്ണം, ഒരു വലുതും 2 ചെറുതും 2 സൈഡിലായിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ബേസ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് ഷെൽഫായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വിട്ടുപോരും കേട്ടോ. അതുകൊണ്ടാണ് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ അടുത്ത സൈഡും ഞാൻ ഇതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം നമ്മളിതുപോലെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതാ നമ്മുടെ ഷെൽഫ് നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 90% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതാ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഷെൽഫും കൂടെ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ചെറിയ ബേസാണ് നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കിഡിലനായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു വാൾ ഡെക്കർ അല്ലെങ്കിൽ നമുക്ക് ടേബിളിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനും അല്ലെങ്കിൽ ഷെൽഫിൽ അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഐഡിയ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഒരു ടൈപ്പ് ഷെൽഫ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു ഹെക്സഗൺ ഞാൻ ആദ്യം വരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പോപ്സിക്കിളിൻ്റെ ലെങ്ത്തിനനുസരിച്ച് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഈ ഒരു പോപ്സിക്കിൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ ഒരു വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ബട്ടർ പേപ്പറാണ് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വൈറ്റ് പേപ്പറിലോ ഏറ്റാൻ ഒന്ന് ഇതുപോലെ
ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഇതാ നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഹെക്സഗണ് ജോയിൻ ചെയ്യുന്ന പോലെയാണ് ബാക്കിയുള്ള ഹെക്സഗൺസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമുക്കിതുപോലെ എല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഹൈറ്റ് വേണോ അത്രയും നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം 4 ഹെക്സഗണ് വെച്ചിട്ടാണ് ഈ ഒരു ഹൈറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ഇതുപോലെ 2 സെറ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ഹെക്സഗൺ വെച്ച്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹൈറ്റ് 4 എണ്ണത്തിന് 5ഉം 6ഉം ഒക്കെ ഹെക്സഗൺ വെച്ച് ചെയ്യാം കേട്ടോ. അപ്പം ഇനി നമുക്കിത് രണ്ടും കൂടെ ഈ ഒരു പോപ്സിക്കിൾ വെച്ചൊന്ന് ജോയിൻ ചെയ്താണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. അങ്ങനെ ഇതാ നമുക്കിതുപോലെ ഷെൽഫ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ഹെക്സഗണിൽ. അപ്പോൾ നമുക്കിതിൽ ഒരു വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്കിതുപോലെ ഡെക്കോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ ഇന്നത്തെ 2 ടൈപ്പ് ക്രാഫ്റ്റ് വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് പിക്സൊക്കെ ഒന്ന് അയച്ചു തരിക, ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.